ഒന്നല്ല ഞാനേ അങ്ങാടിക്ക് ഒന്ന് പോകാൻ വേണ്ടിട്ടേ കുഴച്ചിട്ട് നിൽക്കാൻ പറ്റാ അപ്പോൾ അങ്ങാടിക്ക് എന്തെങ്കിലും തിന്നാൻ വേണ്ടി പോകാൻ വേണ്ടിക്കാം. എന്താണ് പോകുന്നത്? എന്താ ഇപ്പോൾ പൊറാട്ട അല്ലെങ്കിൽ വല്ല ചായ എന്തെങ്കിലും കുടിച്ചണോ? വേറെ ഇപ്പം എന്തൊക്കെ കിട്ടുക? നമുക്ക് കാര്യം ചെയ്യാം. പൊറാട്ട ആക്കണ്ട, ബിരിയാണി ആക്കിയാലോ? അടിപൊളി ബിരിയാണി കിട്ടും. ബിരിയാണിയോ? ഈ നേരത്ത് 10 മണി ആയിട്ടുള്ളൂ. ഈ നേരത്തെ അവിടെ ബിരിയാണി? ചങ്ങായി നമ്മുടെ നാസറിൻ്റെ അവിടെ അടിപൊളി ബിരിയാണി കിട്ടും. അടിച്ചപൊളി ബിരിയാണി പോരാ, വയറും നിറച്ച് പോരാ. വണ്ടി കയറാം. നാസറിൻ്റെ കട? അഞ്ച് വണ്ടിമേ കയറേ, നമുക്ക് പോയേക്കാം. അപ്പോൾ ദമ്മിങ്ങനെ പൊട്ടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ മേലത്തെ വെള്ളമൊക്കെ മാറ്റി വെച്ച് നമ്മുടെ കരിയൊക്കെ മേലെ സെറ്റാക്കി വെച്ചിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ദം പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. കറക്റ്റ് സമയത്താണ് ഞങ്ങൾ എത്തി കേട്ടോ. അടിപൊളി സമയം, ഞങ്ങൾ ആ സമയം തന്നെ അടിപൊളിയായി. എന്തായാലും അതൊക്കെ മാറ്റി വെച്ച് അതാണ് സാധനം. അയ്യവാ, എന്താ സ്മെല്ല്! ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു രസമാണ്. അടിപൊളി. അങ്ങനെ ആവി വറക്കുന്ന ബിരിയാണി ചെമ്പ്. കാരണം സാധാരണ നമ്മുടെ കല്യാണത്തിൽ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിൽ അടിപൊളിയായിട്ട് സാധാ അടുപ്പിലുണ്ടാക്കുന്ന, ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ സാധാ അടുപ്പിലുണ്ടാക്കുന്ന ചെമ്പ്. ചെമ്പ് കടൻ്റെ ബാക്കിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടയൊക്കെ കൊണ്ടുപോകണം. നാസറും പിന്നെ സെക്കൻഡും കൂടി കണ്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് നോക്കി, കാരണം അങ്ങനെയാണല്ലോ സംഭവങ്ങൾ. അടിപൊളി, ഒന്നും പറയാനില്ല. ഈ ഒരു ചെമ്പ് ഈ ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ കയറി വരും. എവിടേക്ക്? നേരതാ കടൻ്റെ മുന്നിലേക്ക് എത്തും. ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഗ്യാസിനാണ് ഉണ്ടാക്കുന്നത്. നോർമലായിട്ട് ഈ സാധനങ്ങളൊക്കെ സാധാ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധനം ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. അതൊക്കെ തുറന്ന് കണ്ടാലും നമുക്ക് വേണ്ടി തുറന്നു. അയ്യവാ, അടുത്തുനിന്ന് കണ്ടില്ലേ എന്താ മുതൽ, എന്താ അതൊക്കെ സാധനം. ഒരു പ്രത്യേക കൂട്ടാട്ടോ. നല്ല ടേസ്റ്റാണ് അവൻ്റെ ബിരിയാണി എന്ന് പറയാൻ, ഒന്നും പറയാനില്ല. അടിപൊളി. നല്ല ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാർ. ഇപ്പം നമ്മൾ രാവിലെ ആയിട്ടാണ് അല്ലാതെ ആളില്ലാത്തത്. ഉച്ചയാകുമ്പോൾ നല്ല ജനങ്ങൾ വന്ന് അടിപൊളിയായിട്ട് തിന്നുകൊണ്ടിരിക്കും. ഇഷ്ടം പോലെ ഉണ്ട് സാധനം. അപ്പോൾ ഇഷ്ടം പോലെ വയർ നിറച്ച് മനസ്സ് നിറച്ച് സാധനം കിട്ടും. അതാണ് ഇങ്ങനെ ഒരു പ്ലേറ്റിക്ക് 2 പീസാണ് കയറ്റിയിട്ട് അതിക്ക് റൈസൊക്കെ ഇട്ട് ആ ആവിയിൽ തന്നെ നേരെ കൊടുക്കും. അല്ലാതെ വേറെ പാത്രത്തിൽ കൊടുന്നൊരു സ്പൂൺ വെച്ച് തരുന്ന പരിപാടിയില്ല. നേരെ ദൈവാ. അപ്പോൾ ഒന്ന് ഉള്ളിലേക്ക് അവിടെ വന്ന് റെഡി ആയിട്ടുണ്ട്. ഈ റൈസ് വേണമെങ്കിൽ ഇനി നമുക്ക് കിട്ടും കേട്ടോ. 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം, എത്ര പ്രാവശ്യം വേണമെങ്കിൽ റൈസ് തിന്നാം. അതാണ് ഇതിൻ്റെ ഒരു പൊള്ളി സാധനം. പൊള്ളി പൊളി പൊള്ളി പൊള്ളി. ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാസർ. നാസറിന്റെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ എത്ര കാലമായി ഇവിടെ തുടങ്ങിയിട്ട്? 10-60 വർഷമായിട്ടുള്ള ഒരു കടയാണിത്. ഇപ്പം നാസറാണ് കൊണ്ടുനടക്കുന്നത്. നമ്മളെ സുഹൃത്താണ് നാസർ. അപ്പം എന്താ വെച്ചാൽ നാസർ കുറേ ദിവസമായി പറഞ്ഞു നമുക്ക് ഒരു കടൻ്റെ വീഡിയോ എടുക്കണം എന്നുള്ളത്. കുറേ തിരക്കാരൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ബിരിയാണി ആണ് സ്പെഷ്യൽ ഇവിടെ അല്ലേ? ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ? ചിക്കൻ അല്ല, ബീഫ് ആണ്. ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പൊ വാർപ്പ് അതേപോലെ കല്യാണം വലിയ ചെയ്യലില്ല. 25 കിലോനൊക്കെ വരെ നമ്മുടെ നാസർ കൃത്യമായിട്ട് നമ്മൾ വീട്ടിലെത്തി. ഇവിടെ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ട്, അതുപോലെ ബീഫ് ബിരിയാണി ഉണ്ട്. ഇനി ആട് വേണമെങ്കിൽ ആട് വെക്കും. ആട് വെക്കുന്നുണ്ട്. ഞായറാഴ്ച നാളെ സ്പെഷ്യൽ മട്ടൻ ചാപ്സും പൊറാട്ട. അപ്പൊ സ്പെഷ്യൽ ആയിട്ട് ഞായറാഴ്ചകളിൽ മട്ടന്റെ ചാപ്സും അതേമാതിരി പൊറാട്ടയും സ്പെഷ്യൽ ആയിട്ട് എല്ലാ ഞായറാഴ്ചകളിലും സാധനം കിട്ടുന്നതിനനുസരിച്ച്, നല്ല സാധനം കിട്ടുന്നതനുസരിച്ച് ഓരോ സാധനം സ്പെഷ്യൽ ആയിട്ട്. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവും രാവിലെ? പിന്നെ രാവിലെ പൊറാട്ട, ബീഫ് ഉണ്ട്, നല്ല നാടൻ ബീഫ് അടുപ്പിലുണ്ടാക്കണേ. പിന്നെ എണ്ണ പലഹാരങ്ങളുണ്ട്. പാമ്പര് ഉള്ളിയോടെ ഐറ്റംസ് ഏത് ഐറ്റമാണ് ഓർഡർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 5-6 ഐറ്റം കഞ്ഞി ഐറ്റംസ് ഉണ്ട്. കഞ്ഞിണ്ട്, നാടൻ കൂട്ടാൻ. കണ്ട പോലെ സ്പെഷ്യൽ ആയിട്ട് ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കില്ല കേട്ടോ. ഒക്കെ അല്ലേ സാധാരണ അടുപ്പാണ് ഉപയോഗിക്കുന്നത്. ബിരിയാണി ഒക്കെ നമ്മൾ ദമ്മിട്ട് സെറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ താഴെ നാസറിന് നമ്പർ കൊടുക്കാം. ഈ ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ ചെറുത് അത്യാവശ്യം വലുതെടുക്കും. ഒരു 25 കിലോന്റെ വാർപ്പ് സൽക്കാരം അതേപോലുള്ള പരിപാടികൾ വീട്ടിൽ എന്ത് പരിപാടികൾ 1-2 ആണെങ്കിൽ അത് കൊടുക്കും. അപ്പൊ അതും അത്യാവശ്യമുണ്ട്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ എന്താ വെച്ചാൽ വയറ് നിറച്ച് മനസ്സ് നിറച്ച് ഇഷ്ടം പോലെ അല്ലെ? ഞാനിവിടെ മനസ്സും നിറയെ വയറ് നിറച്ച് ഇഷ്ടം പോലെ സാധനം എത്ര വേണമെങ്കിലും ഇവിടെ കൊടുക്കും. വയറ് നിറക്കോളം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ എന്തായാലും ഞാൻ നാസറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. നാസറിന്റെ നമ്പർ ഉമ്മി പെങ്ങളും നമ്മളെ കൂടെ കട്ടക്ക് ഉമ്മുണ്ട്, പെങ്ങളുണ്ട്, പിന്നെ ഏട്ടന്റെ മക്കള്. അങ്ങനെ കുടുംബമായിട്ടുള്ള കുടുംബം മാത്രമേ പുറത്തുനിന്ന് കുടുംബക്കാർ നാടൻ ഭക്ഷണം കുടുംബക്കാർ മാത്രം വീട്ടുകാർ മാത്രം ഉണ്ടാക്കി തരുന്ന
ഒരു കട നമ്മളെ കുളത്തൂരില്ല. ഇത് കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ കുളത്തൂര് വന്ന KSB നേരെ ഓപ്പോസിറ്റ്. അപ്പൊ KSB ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കട ഉള്ളത്. അപ്പൊ ആരെങ്കിലുമൊക്കെ ഈ ഭാഗത്ത് കൂടെ പോവാണെന്നുണ്ടെങ്കിൽ ബിരിയാണി ഉച്ചയ്ക്ക് എത്ര മണി വരെ രാവിലെ 11 മണി മുതൽ 2 മണി വരെ. ഒരു 10-11 മണി മുതൽ ഒരു 2 മണി വരെ നമുക്ക് ഈ ബിരിയാണി ഇവിടെ കിട്ടും. അത് കയ്യോളാണ് കിട്ടുന്നത്. അത് കയ്യോളാണ് കൊടുക്കും. അതിന് വേറെ രണ്ടാമത് വെക്കുന്ന പരിപാടിയില്ല. അപ്പൊ അതാണ് നാസർ. അപ്പൊ വിശദമായിട്ടൊക്കെ നമുക്ക് പരിചയപ്പെട്ടു. താഴെ നമ്പർ എടുക്കാം. ആരെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ എവിടേക്കും ഈ ചുറ്റോടത്തൊക്കെ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ അവരെ കാണാൻ